ഇനിയും ഈ വഴിയെ ഭാഗം 9. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പേടിച്ചു നിലവിളിച്ച സൈമൺ വാതിലിൽ ആരോ തട്ടുന്നത് കേട്ട് നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് അപ്പച്ചനും അമ്മച്ചിയും പരിഭ്രാന്തരായി നിൽപ്പുണ്ട്. എന്താടാ കിടന്ന് നിലവിളിച്ചത്? വാതിൽ തുറന്ന ഉടനെ അമ്മച്ചി ചോദിച്ചു. അത് ഞാൻ ഫോൺ വന്നപ്പോൾ പേടിച്ചു പോയി, അവൻ വിക്കി വിക്കി മറുപടി പറഞ്ഞു. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കണ്ട പ്രേതത്തിൻ്റെയൊക്കെ സിനിമ പോയി കാണരുതെന്ന്. ഇനി മേലാ ഇമ്മാതിരി സിനിമ കണ്ടേച്ചും വന്നിട്ട് ഇതുപോലെ കാറിക്കൂവി മനുഷ്യനെ പേടിപ്പിച്ച നിന്റെ മുട്ടുകാരി ഞാൻ തല്ലിയൊടിക്കും. അമ്മച്ചിയുടെ ഭീഷണിക്കിടയിൽ അപ്പച്ചൻ്റെ പുച്ഛം നിറഞ്ഞ നോട്ടം കൂടി ആയതോടെ അവന് ചെറിയൊരു ആശ്വാസമായി. അവരെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചിട്ട് അവൻ വാതിൽ വലിച്ചടച്ചു. നിന്നുപോയ ഫോൺ അപ്പോഴേക്കും വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ ഓടിച്ചെന്ന് കിടക്കയിൽ കിടന്നിരുന്ന ഫോൺ എടുത്തു നോക്കി. പരട്ടമഹി കാളി. അവൻ കാൾ കണക്ട് ചെയ്തിട്ട് ചോദിച്ചു, എന്തോന്നാടാ ഈ സമയത്ത്? പേടിച്ചിട്ട് നീയും ഉറങ്ങിയില്ലേ? എടാ ഡാഷ് മോനെ പരമനാറി, നീ ഒരുത്തൻ കാരണമാണ് ഇന്ന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടാതെ പിടിവിട്ട് നിൽക്കുകയാണ് ഞാനിവിടെ. അപ്പുറത്ത് നിന്നുള്ള തിരുവചനങ്ങൾ കേട്ടതോടെ അവൻ ഫോൺ അല്പം അകറ്റി പിടിച്ചു. മഹിയുടെ തെരുവിളി കഴിഞ്ഞതും വീണ്ടും ഫോൺ അടുപ്പിച്ച് പിടിച്ചിട്ട് അവൻ ചോദിച്ചു, ഞാൻ എന്നാ ചെയ്തെന്നാ നീ പറയുന്നേ? അതോടെ മഹി നടന്ന കാര്യം മുഴുവൻ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. പണിയാണല്ലോ മോനെ. മുഴുവൻ കേട്ട് കഴിഞ്ഞതും അവൻ പറഞ്ഞു, അതെ, ഇവളുടെ ഇന്നേ വരെയുള്ള പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ അവളെ കെട്ടിയാൽ പിന്നെ എൻ്റെ പുക ആയിരിക്കും. പക്ഷേ അമ്മമ്മ മുന്നോട്ട് വെച്ച ഓഫറുകൾ ഓർക്കുമ്പോൾ ഒരു ആത്മഹത്യാശ്രമം നടത്തി നോക്കിയാലോ എന്നൊരു ചിന്ത ഇല്ലാതില്ല. മാത്രമല്ല അവൾക്കെന്നോട് പ്രേമമാണെന്നാണല്ലോ അമ്മമ്മ പറയുന്നത്. അത് മിക്കവാറും നിന്നെ കുപ്പിയിലാക്കാൻ വേണ്ടി അമ്മമ്മ മുന്നോട്ട് വെച്ച കെണിയായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ആ പിശാച് നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ച അല്ലേടാ പന്നി എന്തോ പറഞ്ഞ് കളിയാക്കിയതിന് നിന്നെ അവൾ പൊതിച്ചു വെച്ച തേങ്ങാക്കെറിഞ്ഞ് വീഴ്ത്തിയത്. അതൊക്കെ ശരിയാ, പക്ഷെ ഇന്നെന്തോ അവളുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ വല്ലാത്തൊരു സ്പാർക്ക്. അത് പിന്നെ ഏത് പെണ്ണിനെ നോക്കിയാലും നിനക്ക് തോന്നാറുള്ളതാണല്ലോ. അതുകൊണ്ട് അത് വിട്. പക്ഷേ അമ്മമ്മയുടെ ഓഫർ അടിപൊളിയാണ്. പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ഇരിക്കും. എന്തോന്നാ കഴിവേറി മോനെ? എടാ, പൊട്ടന് ലോട്ടറി അടിച്ച പോലെ എന്ന് ഞാനൊരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയതാ. അത് നീ കാര്യമാക്കണ്ട. ആ പറഞ്ഞതൊക്കെ കിട്ടുമെങ്കിൽ അല്പം റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷെ കല്യാണം കഴിയുമ്പോൾ അമ്മമ്മ തേക്കില്ലെന്ന് ഉറപ്പ് വേണം. അതൊക്കെ ഞാൻ ഏറ്റു. എന്നാൽ പിന്നെ കെട്ടാലേ? പിന്നെ അല്ലാതെ. കോടിക്കണക്കിന് രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് കാർഗിൽ യുദ്ധത്തിന് പോവുകയാണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ പൊന്നു മോനെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദാഹിച്ച് ചാകാൻ പോയാലും അവളുടെ കയ്യിൽ നിന്ന് ജ്യൂസോ കഷായമോ അരിഷ്ടമോ ഒന്നും വാങ്ങി കുടിച്ചേക്കരുത്. ഇപ്പോൾ അതൊക്കെയാണ് ഒരു ട്രെൻഡ്. പേടിപ്പിക്കല്ലേടാ തെണ്ടി. പേടിപ്പിച്ചതല്ല മോനെ, കാര്യം പറഞ്ഞതാ. ഓ, നിനക്കിനി യക്ഷിയുടെ സിനിമയൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തമായിട്ടൊന്നിനെ കിട്ടാൻ പോണേല്ലേ, ഭാഗ്യവാൻ. പോടാ പുല്ലേ. അല്ല, ഇനിയിപ്പോൾ എന്താ പരിപാടി? ഈ ഞായറാഴ്ച കല്യാണമാണ്. അപ്പോൾ ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. ആടാ, നാളെ ഡ്രസ്സ് എടുക്കാൻ പോകണം. നീയും വരണം കേട്ടോ. ഞാനെങ്ങൂല. അവളുടെ കൂടെ ആ മറ്റേ പിശാചുണ്ടാകില്ലേ? ആര്? നിഷയോ? ആ, അതിന് നിനക്കെന്താ? ശരിയാവൂലടാ. അവൾക്ക് എന്നെ കാണുമ്പോൾ ഒരുമാതിരി ചതുർത്തി കാണും പോലെയാ. അത് കണ്ടാൽ എനിക്ക് നാവ് ചൊറിഞ്ഞു വരും. പിന്നെ ഞാനെന്തെങ്കിലും പറയും, അവർ തിരിച്ചു പറയും. ആകെ മൊത്തം പ്രശ്നമാകും. അതുകൊണ്ട് ഞാനില്ല, നീ പോയിട്ട് വാ. അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാടാ. നീ വാന്നേ. ആ, നോക്കട്ടെ. നീ ഫോൺ കട്ട് ചെയ്യ്. കുറച്ച് നേരമെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കേടാ, അപ്പോൾ നാളെ കാലത്ത് കാണാം. അപ്പുറത്ത് ഫോൺ കട്ടായതും ഫോൺ കട്ടിലേക്കിട്ടിട്ട് സൈമൺ തലവഴി മൂടിപ്പൊതിച്ച് കിടന്നു. വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് കാലത്ത് ആമ്പലിൻ്റെ ചേച്ചി താമരയും ഭർത്താവ് ശരത്തും അവരുടെ 1 വയസ്സാകാറായ മകൾ നിളയും വീട്ടിലേക്കെത്തുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. തലേ ദിവസം ഉണ്ടായിരുന്നവരെ കൂടാതെ മഹിയുടെ ചേച്ചി അനിതയും ഭർത്താവ് സന്തോഷവും അവരുടെ 1 വയസ്സ് കഴിഞ്ഞ മകൻ അഭിജിത്തും വെളുപ്പിനെ തന്നെ എത്തിയിരുന്നു. താമരയും ശരത്തും വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ വരാന്തയിൽ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ട് നിന്നിരുന്ന സന്തോഷിനെയാണ് ആദ്യം കണ്ടത്. സന്തോഷും ശരത്തും സമപ്രായക്കാരാണ്. സന്തോഷ് പോപ്പുലർ മോട്ടോഴ്സിൽ ഏരിയ സെയിൽസ് മാനേജരും ശരത്തും താമരയും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരുമാണ്. അനിത ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് മാനേജരും. എന്തോന്നാ ചേട്ടാ ഈ കേൾക്കുന്നേ? കീരിയും പാമ്പും തമ്മിൽ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്.
സന്തോഷിൻ്റെ കയ്യിലിരിക്കുകയായിരുന്ന അഭിജിത്തിനെ കൊഞ്ചിക്കുന്നതിനിടയിൽ താമര ചോദിച്ചത് കേട്ട് സന്തോഷവും ശരത്തും ചിരിച്ചു. കുഞ്ഞഭിജിത്തിൻ്റെ നോട്ടം ശരത്തിൻ്റെ കയ്യിലിരിക്കുന്ന നിളക്കുഞ്ഞിലായിരുന്നു. ഞങ്ങളും ഷോക്കിൽ തന്നെയാണ്. പക്ഷെ കേട്ട സംഗതി സത്യമാണ്. നിങ്ങളും കൂടി വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ഹാളിലുണ്ട്. ഇന്ന് തന്നെ ആ ചെറുക്കൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് കല്യാണം ഒഴിയണ്ടേ? സന്തോഷ് പറഞ്ഞു. അതിനങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ കൈവെക്കുമോ ആവോ? ശരത്തിൻ്റെ സംശയം കേട്ട് എല്ലാവരും ചിരിക്കുന്നതിനിടയിൽ മിത്രയും കീർത്തിയും കൂടി വെളിയിലേക്ക് വന്നു. ആഹാ, ചിറ്റയുടെ നിളക്കുട്ടി എത്തിയോടാ. മിത്ര കുഞ്ഞിനെ എടുക്കാൻ കൈനീട്ടി. അവളെ ഒന്ന് നോക്കിയിട്ട് നിളക്കുട്ടി അമ്മയുടെ തോളിലേക്ക് മുഖം ചായച്ചു കിടന്നു. അഭിക്കുട്ടൻ പക്ഷേ കീർത്തി കൈ കാണിച്ച ഉടനെ അവളുടെ കയ്യിലേക്ക് ചാടി വീണു. അവനെയും എടുത്തുകൊണ്ട് അവൾ താമരയും അടുത്തേക്ക് എത്തിയതും നിള കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി അവരെ ഒന്ന് നോക്കി. ബാ, നമുക്കും വാവയുടെ കൂടെ കളിക്കാം. അത് പറഞ്ഞ് മിത്ര ഒരിക്കൽ കൂടി കൈനീട്ടിയതോടെ അവൾ മിത്രയുടെ കയ്യിലേക്ക് ചെന്നു. കീർത്തിയും മിത്രയും കൂടി കുഞ്ഞുങ്ങളെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ശരത്തും താമരയും സന്തോഷിനൊപ്പം അകത്തേക്ക് നടന്നു. സ്വീകരണ മുറിയിൽ നിന്ന് സംസാരിക്കുന്നവരുടെ മുഖത്ത് ആലോചിച്ചുറപ്പിച്ചിരുന്ന വിവാഹം മുടങ്ങിയതിൻ്റെ ആശങ്കയേക്കാൾ സന്തോഷമാണ് ശരത്തും താമരയും കണ്ടത്. ദേ താമയും ശരത്തും വന്നല്ലോ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് തീരുമാനിക്കാം. അവരെ കണ്ടതും മഹിയുടെ അച്ഛൻ പറഞ്ഞു. താമര അപ്പച്ചിയുടെ അടുത്ത് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചപ്പോൾ അവരും അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. എന്താ അപ്പച്ചി കേൾക്കുന്നേ? മഹിക്കുട്ടനും ആമ്പൂനും പരസ്പരം ഇഷ്ടമായിരുന്നു എന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെ പിടിച്ച് അരികത്തേക്ക് ഇരുത്തിയിട്ട് അപ്പച്ചി പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു മോളെ. എന്നിട്ട് രണ്ടും എവിടെ? അവൾ ചുറ്റിനും നോക്കി. രണ്ടും അമ്മമ്മയുടെ മുറിയിലുണ്ട്. അമ്മമ്മയുടെ വക ഉപദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അടുത്തിരുന്ന അനിത പറഞ്ഞത് ആമ്പൽ എഴുന്നേറ്റ് അനിതയുടെ അടുത്തേക്ക് ചെന്നു. ശരത്തിനെയും സന്തോഷിനെയും പോലെ അനിതയും ആമ്പലും ഏകദേശം സമപ്രായക്കാരാണ്. അനിതയ്ക്ക് ആമ്പലിനേക്കാൾ ഒരു 3 വയസ്സ് പ്രായക്കൂടുതലുണ്ട്, അത്രമാത്രം. ആദ്യം ചെയ്യാനുള്ളത് ആ ചെറുക്കൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുക എന്നതാണ്. അതിനിപ്പോൾ ഞാനും ജിനനും റജിയും വിശ്വനും പിന്നെ വിനയനെയും കൂട്ടി പോകാം എന്നാണ് വിചാരിക്കുന്നത്. സന്തോഷും ശരത്തും പിള്ളേരെയും കൂട്ടി മഹിക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഇന്ന് തന്നെ എടുക്കട്ടെ. കൂടാതെ ആബുവിന് കല്യാണപ്പടവും വേറെ എടുക്കണമല്ലോ. കൂട്ടത്തിൽ പ്രായം കൊണ്ട് മൂത്തതായ മഹിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് എല്ലാവരും തലകുലുക്കി. ആണുങ്ങൾക്ക് മാത്രമായിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടി പോരെ. ജിനൻ ലക്ഷ്മിയെയും രാധയെയും നോക്കി പറഞ്ഞത് കേട്ട് അവരും സമ്മതമെന്ന മട്ടിൽ തലകുലുക്കി. പ്രശ്നം വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ശരത്തിൻ്റെ ചോദ്യം കേട്ട് എല്ലാവരുടെയും നോട്ടം അവന് നേർക്കായി. ഏയ്, കാര്യങ്ങളൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് അറിയാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് അവരും പറയുന്നത്. പിന്നെ റിസപ്ഷന് വേണ്ടി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതിൻ്റെയും മറ്റുമായി കുറച്ച് കാശ് അവർക്ക് ചിലവായിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നേരിട്ട് ചെന്ന് പറയുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞതാണ്. അവൻ്റെ സംശയത്തിന് മറുപടി പറഞ്ഞത് അമ്മായിയച്ഛൻ ജിനനായിരുന്നു. എന്നാൽ പിന്നെ എല്ലാവരും ചായ കുടിക്ക്, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വിനയൻ പറഞ്ഞതോടെ ഓരോരുത്തരായി എഴുന്നേറ്റു. തുടരും.